ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ആലു പാലക്കാണ്. ഉരുളക്കിഴങ്ങും പാലക് ചീരയും ചേർത്ത് നോർത്ത് ഇന്ത്യൻ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു വിഭവമാണിത്. ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ ചേരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നോർത്ത് ഇന്ത്യൻ രീതിയിൽ ആലു പാലക് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് പാലക് ചീര. പാലക്ക് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് അരിഞ്ഞെടുക്കണം. പാലക്ക് അരിഞ്ഞെടുത്തു. ഇതിനു വേണ്ടി 2 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഉരുളക്കിഴങ്ങ് നുറുക്കിയെടുക്കേണ്ടത്. ഇതിനു വേണ്ടി ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തു, 3 പച്ചമുളക് അരിഞ്ഞെടുത്തു, 5-6 വെളുത്തുള്ളി അല്ലി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തു. പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇനി ചില്ലി ഫ്ലേക്സ് കയ്യിലില്ലെങ്കിൽ 2-3 ഉണക്കമുളക് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായി ഒന്ന് കറക്കിയെടുത്ത ചില്ലി ഫ്ലേക്സ് നമുക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴികെ വേറെ ഏത് എണ്ണ വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 5-6 വെളുത്തുള്ളി ചതച്ചത്, ഇനി ഇതിലേക്ക് സവാള പച്ചമുളക് അരിഞ്ഞത്, ഇപ്പോൾ തന്നെ വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും ജീരകവും നന്നായി മൂത്തു. അതുകൊണ്ട് തന്നെ അതിൻ്റെ മണം നന്നായിട്ട് വരുന്നുണ്ട്. സവാള ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നുറുക്കിയ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവണം. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങും സവാളയും ഒക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. അതുവരെ ഇതിങ്ങനെ വഴറ്റി കൊടുക്കണം. സവാളയും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നു. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നിർബന്ധമായും ചേർക്കേണ്ട ഒരു കാര്യമാണ് ഇത്, ചില്ലി ഫ്ലേക്സ്. ചില്ലി ഫ്ലേക്സ് 2-3 ഉണക്കമുളക് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ചേർക്കുന്നത് ഇതിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ എണ്ണ കുറച്ച് കുറവ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ നന്നായിട്ട് എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നേരത്തെ ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചേർക്കുമ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കൂടും. ഈ കറിയിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക് ചീര ചേർത്ത് കൊടുക്കാം. ഇത് ഇളക്കി യോജിപ്പിക്കാം.
ഇതിപ്പോൾ ഞാൻ മുഴുവൻ ചീര ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കി ചീര ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലൊട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പാലക് ചീരയിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് ചീരയിൽ നിന്ന് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഒരുപാടാവും. അതുകൊണ്ട് ഇതിലേക്ക് ഒരിക്കലും വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ തന്നെ പാലക്കിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് കുക്കാവാനുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പകുതി കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കാം. 4-5 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും പാലക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. പാലക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഉരുളക്കിഴങ്ങും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുത്തില്ലേ, അപ്പോൾ തന്നെ ഉരുളക്കിഴങ്ങ് പകുതി വെന്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കിടന്നിട്ട് ബാക്കി പകുതി വെന്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെറിയൊരു ഗ്രേവി ടൈപ്പിലാണ് ഞാൻ ഈ കറി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. 10 മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ ഈ കറി കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പാലക്ക് കൊണ്ട് കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ പറ്റിയ നല്ല രുചികരമായ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. ഇനി ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.